ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് നമ്മൾ ഇന്നലെ കണ്ടത് നമ്മുടെ രേവതി ഹോസ്പിറ്റലിൽ എത്തുകയും കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രനെ കാണാനും അവിടെ നിൽക്കാനും ഒക്കെ. പക്ഷെ അവിടെ നിൽക്കാൻ പോയിട്ടൊന്ന് ഉരിയാടാൻ പോലും സമ്മതിക്കുന്നില്ല നമ്മുടെ സുധിയും ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും ഒക്കെ ചേർന്ന്. അങ്ങനെ ചന്ദ്ര പറയുകയാണ്, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ഞങ്ങളുടെ കുടുംബം മുടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവളാണ് നീ ഇവിടെ ഇപ്പം തന്നെ പൊക്കോണെന്ന്. ഏതായാലും ചന്ദ്ര പറഞ്ഞു, വായെടുത്ത് തീർന്നില്ല. അതിനു മുമ്പ് തന്നെ സുധിയും പറയുകയാണ്. അപ്പൊ ആ ഒരു സീനായിരുന്നു നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അപ്പൊ നമ്മുടെ രേവതി പറയുകയാണ് കേട്ടോ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്ക്. അല്ല, സച്ചിയേട്ടനെ വിളിക്ക്, ഞാൻ സച്ചിയേട്ടനോട് ചോദിച്ചോളാം. ഏത് സച്ചിയേട്ടൻ? എടി, നിനക്ക് സച്ചിയേട്ടനെ വിളിക്കാനോ സച്ചിയേട്ടൻ എന്ന് പറയാനോ പോലും ഇനി അർഹതയില്ല. കാരണം നീ ഇപ്പോഴേ അവന്റെ ഭാര്യ അല്ല. നിന്റെ കഴുത്തിൽ ഒരു താലി ഉണ്ടായിരിക്കാം, പക്ഷെ അവൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൻ ഇനി നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാനും പോകുന്നില്ല. ഈ സമയത്ത് ഞങ്ങളെ വേദനിപ്പിക്കാതെ ഞങ്ങളുടെ മുമ്പിൽ നിന്നും മാറിപ്പൊക്കോണം. അതുമല്ല, സച്ചി വന്നു കഴിഞ്ഞാലേ ഇതല്ലായിരിക്കും, അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യും. ചിലപ്പോ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാൻ പോലും അവൻ മടിക്കില്ല. അതുപോലെയാ നിന്റെ കാര്യം കുറച്ചു നേരം മുമ്പും പറഞ്ഞത്. ഇവിടെ നീ അവനെ തപ്പി വരികയോ അതുപോലെ തന്നെ രവിയേട്ടനെ കാണാൻ വരികയോ ചെയ്തു കഴിഞ്ഞാല് നിന്നെ ആട്ടി ഇറക്കണം എന്ന് അവൻ പറഞ്ഞേക്കുന്നത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോടിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയാ, ദയവ് ചെയ്ത് എൻ്റെ രേവതി, നീ ഒന്ന് ഇവിടുന്ന് പോണം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്ന് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഒന്ന് ജീവിച്ചോട്ടെ രേവതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. കിട്ടിയ അവസരം പാഴാക്കുന്നില്ല. ശ്രുതി നന്നായിട്ട് രേവതിക്കിട്ട് പണി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി ഒരു ഫോൺ കോൾ ഒക്കെ ചെയ്ത് മാറി നിൽക്കുകയായിരുന്നു കേട്ടോ. ഫോൺ കോൾ ചെയ്യാന്ന് പറഞ്ഞാല് കുറച്ചു പേരൊക്കെ വിളിക്കൂലോ ഈ ആശുപത്രി കേസൊക്കെയാന്നൊക്കെ പറയുമ്പം. അങ്ങനെ ആരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇതുവരെ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, ഡോക്ടർ വന്നില്ല, മെയിൻ ഡോക്ടർ വരണം, എന്നിട്ട് എന്തെങ്കിലും അറിയാനായിട്ട് പറ്റുകയുള്ളൂ എന്നൊക്കെ ഫോൺ കോൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതിനെ ഇതേ സമയത്താണല്ലോ ആട്ടി ഇറക്കി പട്ടീനെ പോലെ വെളിയിലേക്ക് വിടുന്നത്. ചന്ദ്രയും ശ്രുതിയും കൂടെ ചേർന്ന്. അങ്ങനെ സച്ചിനെ കാണാതെയാണ് പോകുന്നത്. സച്ചി സത്യം പറഞ്ഞ ഒരു സൈഡിൽ നിൽപ്പുണ്ട്. നമ്മുടെ രേവതി സച്ചിനെ കാണുന്നില്ല. രേവതി സച്ചിനെ കണ്ടെങ്കിലോ ഒന്ന് സച്ചിയോട് കെഞ്ചിയേലും ചോദിച്ചേനെ, ഞാൻ ഒന്നിവിടെ നിന്നോട്ടെ എന്ന്. ചിലപ്പോൾ സച്ചി സമ്മതിക്കുകയും ചെയ്തേനെ. ഒരു പക്ഷേ സമ്മതിച്ചേനെ. നമ്മുടെ സച്ചിയുടെ സ്വഭാവം അതുകൊണ്ട് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങി പോവുക കണ്ണീരും കൈയുമായിട്ട് ഒത്തിരി സങ്കടത്തോടു കൂടി തന്നെയാണ് ഇറങ്ങി പോകുന്നത്. താൻ കാരണമാണോ ഇനിയിപ്പം തൻ്റെ അച്ഛൻ ഈ ഒരു അവസ്ഥ വന്നത്? തനിക്ക് അഭയം തന്ന തൻ്റെ അച്ഛനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ട് കാറി കൂവി കരഞ്ഞ് വിളിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത് നമ്മുടെ രേവതി. ഇതേ സമയം നമ്മുടെ രേവതി നേരെ ചെല്ലുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഏതമ്പലവാ? നമ്മുടെ രേവതി എപ്പോഴും ചെല്ലാറുള്ള ആ ഒരു അമ്പലത്തിലേക്ക് തന്നെ. അവിടെ ദേവുവും രേവതിയുടെ അമ്മയായ ലക്ഷ്മിയും കൂടെ പൂവൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. രേവതി ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടോ ആയിരുന്നു അമ്പലത്തിനുള്ളിലേക്ക് സ്പീഡിലാണ് ഓടിപ്പോകുന്നത് കണ്ടത്. ഒരു മിന്നായം പോലെ നമ്മുടെ ദേവു കണ്ടപ്പോഴത്തേക്കും ദേവു ലക്ഷ്മിയോട് പറഞ്ഞു, ദേ അമ്മേ, ദേ രേവതി ചേച്ചി അല്ലേ ആ ഓടി പോകുന്നതെന്ന് ചോദിച്ചു. അയ്യോ അതേലും മോളെ, അതെ, ഇത് രേവതി തന്നെ ഓടിപ്പോകുന്നത്, എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരും രേവതിയുടെ പുറകെ വിട്ടടിച്ചു പോയിട്ടോ. രേവതി അങ്ങനെ അമ്പലത്തിൽ പോയി ചെന്ന് നിന്ന് ദേവിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. തനിക്ക് എന്താ ഇങ്ങനെ ഒരു ഗതികേട് വന്നത്? ഒരിക്കലും എൻ്റെ അച്ഛനൊന്നും സംഭവിക്കരുത്. എൻ്റെ അച്ഛൻ മരിച്ചു പോയതിൽ പിന്നെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തും ദൈവത്തിൻ്റെ സ്ഥാനത്തും ഒക്കെ കണ്ടിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിനെയാണ്. അറിഞ്ഞോ അറിയാതെയോ എന്തോ ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയി. അതിൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത് ദേവി. ഞാൻ നിൻ്റെ ഈ തിരുനടയുടെ മുറ്റത്തല്ലേ ഓടിക്കളിച്ച് വളർന്നതൊക്കെ. എൻ്റെ മനസ്സ് നിനക്കറിയില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? എപ്പോഴും എനിക്ക് ഈ ഒരു വിഷമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ സന്തോഷം എപ്പോഴും ഉണ്ടാകുന്നു, അപ്പോഴെല്ലാം അത് ആരെങ്കിലുമൊക്കെ വന്ന് തല്ലിക്കെടുത്തു. അതുപോലെ തന്നെയാണ് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന, ഞങ്ങൾ ദൈവത്തെ പോലെ കാണുന്ന ആ ഒരു മനുഷ്യനെ ഒരിക്കലും നീ വേറെ ഒന്നും സംഭവിപ്പിക്കരുത്, ഒരാപത്തും വരുത്താതെ നീ കാത്തു രക്ഷിക്കണം ദേവി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ അച്ഛനൊന്നും സംഭവിക്കരുത്, കാത്തു രക്ഷിക്കണം ദേവി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ഏകദേശം നമ്മുടെ ലക്ഷ്മിക്കും ദേവുവിനും കാര്യം പിടികിട്ടി കേട്ടോ. അപ്പൊ അച്ഛനെന്ന് പറയാൻ ഇപ്പം ജീവിച്ചിരിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ മാത്രമല്ലേ ഉള്ളൂ.
അങ്ങനെ പെട്ടെന്ന് ലക്ഷ്മി ചോദിച്ചു, മോളെ രേവതി എന്താ പറ്റിയത്? രവിയേട്ടന് എന്താ മോളെ രേവതി പറ്റിയത്? എന്താ സംഭവിച്ചത്? നീ തുറന്നു പറയാൻ പറഞ്ഞപ്പം അമ്മേ ഞാൻ എന്ത് പറയാനാ അമ്മേ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ദേ എനിക്ക് ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും ദൈവം തരില്ല, അതെനിക്ക് ഉറപ്പാ. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നിൽ നിന്ന് അകറ്റിയിട്ടൊക്കെയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനെ, നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന ആ മനുഷ്യന് ഇപ്പം ഹോസ്പിറ്റലിലാണ് ഉള്ളത്, ഹോസ്പിറ്റലിൽ ഐസിയുനകത്താ എന്നിങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ട് ദേവ് ചോദിച്ചു, എന്താ ചേച്ചി പറയുന്നത്? ആര്? അങ്കിളോ? രവിയങ്കിളോ? അതേടി, നീയൊക്കെ കാരണം തന്നെയാ, നീ കാരണം തന്നെയാ, നീയും അതിനൊരു കാരണക്കാരിയാ, ഞാനും ഒരു കാരണക്കാരിയാ. എനിക്കറിയില്ല ഞാൻ എവിടെ ചെന്ന് ഈ മഹാഭാവമൊക്കെ കഴുകിക്കളയുന്ന. അമ്മേ എനിക്ക് വയ്യമ്മേ. ദേ എൻ്റെ ജീവൻ എടുത്താലും കുഴപ്പമില്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരാപത്തും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ആർക്കും വേണ്ടാത്ത എൻ്റെ ജീവിതം പോട്ടെ, പക്ഷെ അദ്ദേഹത്തിനൊന്നും സംഭവിക്കരുത്. ഇതുപോലെ നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ടോ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് രേവതി എണ്ണിപ്പെറക്കി അങ്ങ് കരയാനും തുടങ്ങി. ഏതായാലും രേവതി കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെയാണ് പെട്ടെന്ന് രേവതി അല്ലാതെ മാറുകയാണ്. രേവതി പെട്ടെന്ന് വേറൊരിത്, എന്താ പറയുക, ദൈവമൊക്കെ ഇങ്ങനെ കയറാന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് രേവതി അല്ലാതെ മാറിയിട്ട് കണ്ണൊക്കെ അങ്ങോട്ട് മിഴിപ്പിച്ചിട്ട് രേവതി ഒരു ഒറ്റ ഓട്ടം ഓടി. അവിടെ നിന്ന് നേരെ ഒരു കുടം വെള്ളം എടുത്ത് തലവഴി ഒഴിക്കുകയാണ്. തലവഴി ഒഴിച്ചിട്ട് പെട്ടെന്ന് വീണ്ടും നടന്നു വന്ന് ആ ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് ഭസ്മം ഉണ്ടായിരുന്നു, ആ ഒരു ഭസ്മം എടുത്ത് ഇങ്ങനെ നെറ്റിയിലങ്ങ് തൂത്തിട്ട് ദൈവത്തെ മനസ്സിൽ വിചാരിച്ച്, അതുപോലെ തന്നെ രവീന്ദ്രനെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ രേവതി 101 തവണ ശയനപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി അവിടെ കിടക്കുകയാണ്. നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട് ലക്ഷ്മി, മോളെ നീ എന്താ മോളെ ഈ കാണിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ, ഇതല്ലാതെ പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഞാൻ കൊടുക്കുന്ന ശിക്ഷയാ. അതെ, ഞാൻ എനിക്ക് കൊടുക്കുന്ന ശിക്ഷ, ഞാൻ ചെയ്ത മഹാപാപത്തിന് ഇങ്ങനെയെങ്കിലും ഞാൻ ഒരു പ്രായച്ചിത്തം ചെയ്തോട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നങ്ങ് ഉരുളാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ഉരുട്ടാൻ ഇങ്ങനെ തള്ളി വിടുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിയും നമ്മുടെ ദേവവും കൂടെ തള്ളി വിടുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ലക്ഷ്മി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ഒരാപത്തും വരുത്തരുത്, ഞങ്ങൾക്ക് ആരും ഇല്ലാത്ത ആ ഒരു സമയത്ത് അഭയം തന്നൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും വരുത്തരുത് ഈശ്വര, എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കരുത്, എൻ്റെ മോളുടെ ജീവിതം തകർക്കരുത് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയും പ്രാർത്ഥിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സച്ചി നേരെ ഫോണൊക്കെ വിളി കഴിഞ്ഞ് എത്തി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വന്നു കഴിഞ്ഞപ്പോഴും ആ ഡോക്ടർ വന്നിട്ടില്ല ഇതുവരെ. സച്ചി അങ്ങോട്ട് വയലന്റ് ആകാൻ തുടങ്ങിയില്ലേ. സച്ചി പെട്ടെന്ന് സുതിയോട് ചോദിച്ചാടാ ഡോക്ടർ വന്നോടാന്ന് ചോദിച്ചപ്പം ഇല്ല, ആരും വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കുക, ഇതെപ്പോൾ കൊണ്ടുവന്നത് അച്ഛനെ, എന്നിട്ട് ഇവന്മാരെന്താ തിരിഞ്ഞു നോക്കാത്തത്, ഈ ആശുപത്രിയിൽ നിന്ന് നമുക്ക് വേറൊരു ആശുപത്രിയിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയലന്റ് ആയി. ഒന്നാമത് കുറച്ച് അകത്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു വിവരമില്ലായ്മ നമ്മുടെ സച്ചിക്കുണ്ട്, അതുകൊണ്ടാണ് സച്ചി അങ്ങനെയൊക്കെ പറയുന്നത്. ഒന്നാട് രവീന്ദ്രനെ അത്രയ്ക്ക് കാര്യവുമാണ് ഇഷ്ടവുമാണ്, ഇനിയപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി വന്ന് പറഞ്ഞു, സച്ചി ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടരുതേ, ഇങ്ങനെയൊക്കെ കിടന്ന് ഇവിടെ ഹോസ്പിറ്റലാന്ന് ഉള്ള കാര്യം മറന്നു പോകരുത്, അച്ഛനെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അവരുടെ ഐസിയുവിൻ്റെ അകത്തല്ലേ ഉള്ളത്, അതിനകത്ത് അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുക, അപ്പം അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നും ഇല്ലായിരിക്കാം, നമുക്ക് അങ്ങനെ വിശ്വസിക്കാം, നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം, അല്ലാതെ ഈ ഒരു സമയത്തും ഇങ്ങനെ വഴക്കൊന്നും കൂടരുത് സച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട്, എടാ നീ ഒറ്റ ഒരുത്തനല്ലേടാ ഈ പ്രശ്നത്തിനൊക്കെ കാരണം, നീ എന്തിനാടാ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ കയറി വന്നത്, കള്ളു കുടിച്ചിട്ട് നിനക്ക് വേറെ എവിടെയെങ്കിലും കടന്നാൽ പോരായിരുന്നോ, നിന്റെ ഭാര്യയും നീയും കൂടി ഞങ്ങളുടെ ജീവിതം തകർക്കൂലോ, എന്റെ താലി പൊട്ടി ചെറിയൂലോടാ നീ എന്ന് എന്റെ വയറ്റിൽ ഉടലെടുത്ത് വന്നു തുടങ്ങിയ കഷ്ടകാലമാണെന്ന് പറഞ്ഞു വീണ്ടും നമ്മുടെ സച്ചിനെ കുറ്റം പറയാൻ തുടങ്ങി കേട്ടോ. ഏതായാലും സച്ചി ഇതൊക്കെ കേട്ട് കടിച്ചമർത്തി നിൽക്കുക എന്നുള്ളതല്ലാതെ സച്ചിക്ക് വേറെ ഒരു മാർഗവുമില്ല. കാരണം പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളും സത്യങ്ങളും ഒക്കെ ഉണ്ട്. ചന്ദ്ര എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി വെള്ളം അടിച്ച് വന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതും ശരിയായ കാര്യം തന്നെയാണ്. അപ്പം ഇവർ പിന്നെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വരികയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അത് കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങളത് പ്രതികരിക്കുന്നോ ഒന്നും അറിയില്ല, പിന്നെ മനസ്സിന് കുറച്ച് ഇത് കൊടുക്കുക, ബലം കൊടുക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇയാൾക്ക് ഇതിനു മുമ്പ് ഇങ്ങനത്തെ വല്ല പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, എൻ്റെ അച്ഛനോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, എൻ്റെ അച്ഛൻ നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, എൻ്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് നല്ല കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഒരു മനുഷ്യനാ എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബ്ലോക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മരുന്നൊക്കെ കൊടുത്ത് ശരിയാക്കാനായിട്ട് പറ്റും. പക്ഷെ ഇത് 3 ബ്ലോക്ക് ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ സർജറി അല്ലാതെ വേറൊരു മാർഗവുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന്, മണിക്കൂറുകളും മിനിറ്റുകളും പോയിക്കൊണ്ടിരിക്കുക, സെക്കൻഡുകൾക്ക് പോലും ഇവിടെ വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം
താമസിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ ലാസ്റ്റ് സ്റ്റേജിലൂടെയാണ് അയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കണം. ഇനിയിപ്പോൾ സർജറി ചെയ്യാൻ ഒരു 4 ലക്ഷം രൂപ ഇവിടെ കെട്ടിവെക്കേണ്ടി വരുന്നു പറഞ്ഞു. ഈ 4 ലക്ഷം രൂപയ്ക്ക് എവിടെ പോകാനാ? ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോവുകയും ചെയ്തു. 4 ലക്ഷം രൂപ ഇത്ര സെക്കൻഡിനകം, ഇത്ര മിനിറ്റിനകം, ഇത്ര മണിക്കൂറിനകം എവിടെ പോയി കണ്ടുപിടിക്കും? ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തിന് പെട്ടെന്ന് ഒരു 4 ലക്ഷം രൂപ എടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സച്ചി കുടുംബവും ഒക്കെ. ആ ഒരു സമയത്ത് ആ ഒരു 4 ലക്ഷം രൂപ എന്ന് പറയുന്നത് സച്ചി എവിടെ പോയി കണ്ടുപിടിക്കും? ഏതായാലും നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് കരയാനും തുടങ്ങിയിട്ട്, എൻ്റെ ഈശ്വര, എൻ്റെ രവിയേട്ടന് എന്ത് സംഭവിച്ചു എൻ്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കരഞ്ഞു വിളിച്ചിട്ട് നമ്മുടെ സച്ചിയുടെ മുമ്പിൽ ചെന്നിട്ട് കോളറെ പിടിച്ചിട്ട് കൂലുക്കുക. എങ്ങനെയെങ്കിലും രക്ഷിക്കടാ, നമ്മുടെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കടാ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് കരച്ചില്. പെട്ടെന്നാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് ചന്ദ്രയുടെ കണ്ണിപ്പെട്ടത്. ചന്ദ്ര എന്ത് ചെയ്തു? ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയോട് പറയുക, മോളെ ദേ നിന്റെ അച്ഛനോട് നിനക്ക് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെന്നറിയാം. പക്ഷെ നിന്റെ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ രവിയേട്ടനെ രക്ഷിക്കാനായിട്ട് പറ്റും. കാരണം ഒരു 4 ലക്ഷം രൂപയൊക്കെ മോളുടെ അച്ഛന് വെറും സിമ്പിളല്ലേ, സിമ്പിള്. മോള് ഒന്ന് വിളിക്കുക, മോളുടെ അച്ഛനെ വിളിച്ചിട്ട് 4 ലക്ഷം രൂപ മോൾ ഒന്ന് ചോദിക്കുക. ഇപ്പം മനസ്സിൽ വാശിയും വൈരാഗ്യം ഒന്നും വെക്കരുത്. എൻ്റെ ഭർത്താവ് ശ്രുതിയുടെ അച്ഛൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും നമുക്ക്. ഞാൻ നിന്റെ കാല് പിടിക്കാം ശ്രുതി മോളെ എന്നും പറഞ്ഞങ്ങ് തുടങ്ങി. പെട്ടെന്ന് ശ്രുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതിക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ടോ? എവിടെ നിന്ന്? മലേഷ്യയിൽ ഇനിയിപ്പം പുതിയ അച്ഛനെ കണ്ടുപിടിക്കേണ്ടി വരും. ഏതായാലും ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, ഈ കള്ളം കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ നമ്മുടെ ശ്രുതിക്ക്. ഏതായാലും ഒരു കള്ളം പറഞ്ഞത് കൊണ്ട് 100 കള്ളം പുറകെ പറയേണ്ടി വരും. അങ്ങനെ നമ്മുടെ ശ്രുതി പറയുക, അത് പിന്നെ അമ്മേ, അച്ഛനിപ്പം മലേഷ്യയിലില്ല, അച്ഛനിപ്പോൾ ദുബായിലോ വേറെ ഏതൊക്കെയോ രാജ്യങ്ങളിലൊക്കെയാ. കാരണം അച്ഛനൊരു ചെറിയ മീറ്റിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ച് മെഡിക്കൽ കാര്യമൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയേക്കുക. അതുകൊണ്ട് അച്ഛൻ്റെ നമ്പർ എനിക്ക് അറിയില്ല ഇപ്പോഴെന്ന് പറഞ്ഞപ്പം, അയ്യോ മോളെ അങ്ങനെ പറയരുത്. അല്ല, അച്ഛന് കുറേ കമ്പനികളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം ആ കമ്പനിയിലെ നമ്പറൊക്കെ മോൾക്ക് അറിയത്തില്ലേ? അവിടെ ആരുടെയും ഒരു സ്റ്റാഫിൻ്റെ നമ്പർ മോൾക്ക് അറിയില്ലേ? എവിടെ നിന്നെങ്കിലും 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മോളുടെ അച്ഛന് ഒരു ദിവസത്തെ ചിലവല്ലേ ആവുന്നുള്ളൂ. പ്ലീസ് മോളെ, ഞാൻ കാല് പിടിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്ര വീണ്ടും അങ്ങോട്ട് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും, എന്ത് ചെയ്യാൻ അമ്മേ, അച്ഛനെ അങ്ങനെ ആർക്കും അങ്ങനെ കോണ്ടാക്ട് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. എങ്കിൽ പിന്നെ ഞാൻ നേരത്തെ വിളിച്ചേനല്ലോ, അമ്മേനെ ഇങ്ങനെ കരയിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരില്ലായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തേനല്ലോ അമ്മേ, എനിക്കറിയില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ വന്നായിരുന്നു. അപ്പൊ കൂട്ടുകാരൻ ഈ സമയത്ത് വരികയും കൂട്ടുകാരനോട് കാര്യങ്ങളൊക്കെ സച്ചി പറയുകയും ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരനോട് സച്ചി ചോദിച്ചു, അല്ല അങ്കിളിന്റെ കയ്യിൽ വല്ല പൈസ എടുക്കാൻ കാണുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നമ്മുടെ രവീന്ദ്രന്റെ അപ്പുറത്തെ ഒരു എന്താ പറയുക, അന്നന്ന ദിവസം കഴിഞ്ഞു പോകുന്നു, അത്രമാത്രമേ ഉള്ളൂ. പുള്ളിക്കാരന്റെ അവസ്ഥയും അത് തന്നെയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ മോനെ ഈ 4 ലക്ഷം രൂപ? എനിക്ക് 10,000 10,000 തന്ന് സഹായിക്കുന്നത് ദേ രവീന്ദ്രനാ. ആ രവീന്ദ്രൻ എനിക്കൊരു 5 പൈസ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ഓർത്ത് എൻ്റെ മനസ്സ് പെടഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല എൻ്റെ പൊന്നു മോനെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, സാരമില്ല അങ്കിളെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സുധിയാണ് അവിടെ നിൽക്കുന്നത്. സച്ചി പെട്ടെന്ന് ചോദിച്ചു, അല്ല സുധി, നിന്റെ കയ്യിൽ പൈസ വല്ലതും ഇരിപ്പുണ്ടോ? അല്ല, നിനക്ക് വേണമെങ്കിൽ കാർ ഷോറൂമിൽ വിളിച്ച് പൈസ വല്ലതും കടം ചോദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം, എവിടെ നിന്ന്? കാർ ഷോറൂമോ? അവിടെയൊന്നും പൈസ ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അല്ല സുധി, ഒന്ന് ചോദിച്ചു നോക്ക്, അച്ഛൻ്റെ കാര്യത്തിനല്ലേ. ഇപ്പോൾ ഒരു 50,000 രൂപ കിട്ടിയാലും ഒന്നും നമുക്ക് വലിയ കാര്യമാണല്ലോ. അയ്യോ ശ്രുതി, അവിടെയൊന്നും മുൻകൂട്ടി പൈസയൊന്നും കൊടുക്കത്തില്ല. പിന്നെ ഞാൻ തന്നെ അഡ്വാൻസ് തുക ഇപ്പം മേടിച്ചായിരുന്നു. ഇല്ലില്ല, അതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇനിയിപ്പോൾ എവിടെ എന്ത് ചെയ്യുന്ന സച്ചിക്ക് അറിയത്തില്ല. ഏതായാലും സച്ചി അപ്പോഴാണ് പെട്ടെന്ന് ഓർക്കുന്നത്, പ്രമാണം ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് സച്ചി ചന്ദ്രയോട് ചോദിച്ചു, അല്ലമ്മേ വീട്ടിൻ്റെ പ്രമാണം എന്തേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് പിന്നെ വീട്ടിലെവിടെ എവിടെയെങ്കിലും കാണും, അത് രേവതിയുടെ കയ്യിലല്ലായിരുന്നു കൊടുത്തത്, അപ്പം നിങ്ങളുടെ അലമാരയ്ക്കകത്തത് കാണുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെക്കൻഡിൽ തന്നെ അങ്കിളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. സുധിക്ക് പറ്റത്തില്ലല്ലോ അവിടുത്തെ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാനേ. മണഗുണാച്ചനാണല്ലോ, ഒരു ഉപകാരവും ഇല്ലാത്തൊരു സാധനമാണ് സുധി. അതുകൊണ്ട് സുധീനെ പറഞ്ഞ് ഏൽപ്പിച്ചു പോകുന്നേക്കാളും ഭേദം അവിടെ നിൽക്കുന്ന പിന്നൊരാണ് എന്നൊരു ധൈര്യമൊക്കെ പകർന്നു കൊടുക്കാനായിട്ട് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരനേ ഉള്ളൂ. അങ്ങനെ രവീന്ദ്രന്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ സച്ചി അവിടുന്ന് പോകും. അപ്പം പോകുന്നതിന് മുമ്പായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, മോനെ എവിടെന്നെങ്കിലും പൈസ കണ്ടുപിടിച്ചോണ്ട് വരണം കേട്ടോ. നമ്മുടെ വീട്ടില് ഗ്രഹനാഥനായി ഇല്ലാതാകാൻ പോകുന്നത് മോനെ, എവിടെന്നെങ്കിലും പൈസ നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ചന്ദ്ര വിടുന്നത്. ചന്ദ്ര സച്ചിയുടെ തലയിലേക്ക് അങ്ങോട്ടെല്ലാം അടിച്ചേൽപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. സച്ചി എന്ത് ചെയ്തു? ഓടടാ ഓട്ടം. സച്ചി ഓടി നേരെ വീട്ടിൽ ചെന്ന്
പ്രമാണം തപ്പുകയാണ്. എവിടെ കിട്ടാൻ, അവിടെ ഒന്നും കാണുന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലായിടത്തും തപ്പി നോക്കി. ഇതിനിടയിൽ നമ്മുടെ രേവതീനെ ഫോൺ വിളിക്കുക സച്ചി. പ്രമാണം എവിടെയാണെന്ന് രേവതിക്കല്ലേ അറിയത്തുള്ളൂ എന്നും പറഞ്ഞ് രേവതീനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ രേവതി തൊട്ട് ഫോൺ എടുക്കുന്നുണ്ടോ അതുമില്ല. രേവതി അതിനേക്കാളും വലിയ ഗ്രഹപ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത്. രേവതിക്ക് അത് മാത്രമേ പറ്റത്തുള്ളൂ, വേറൊന്നിനും ഇപ്പം തൽക്കാലം നമ്മുടെ രേവതിക്ക് നിർവാഹമില്ല. അപ്പോൾ രേവതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിരിച്ച് പ്രമാണം കാണാത്തോണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് നമ്മുടെ സുധീയുടെ അടുത്തേക്ക് ചെന്നിട്ട്, എടാ എവിടെയാടാ പ്രമാണം, നീ അത് എടുത്തോണ്ട് പോയി വിറ്റോടാ, വീണ്ടും നീ പണയം വെച്ചോടാന്ന് ചോദിച്ചോടാ കൊണ്ട് ചെന്നു. അപ്പൊ സുധി ചോദിച്ചു, ഏത് പ്രമാണം? ദേ സച്ചി, എന്നെ കുറ്റപ്പെടുത്തരുത്, ഞാനൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതി പറഞ്ഞു, എന്റെ പൊന്ന് സച്ചി, ഇപ്പോഴും എന്തിനാ വെറുതെ എന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നത്? എന്റെ ഭർത്താവ് ഒന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ദേ നീ നിന്റെ ഒരു കാര്യം ചെയ്യും, നിന്റെ ഭാര്യയോട് പോയി ചോദിക്കുക, അല്ലാതെ ഈ പ്രമാണം വേറെ ആരും എടുക്കാൻ ഒരു ചാൻസും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി പറഞ്ഞത്, ഇവനാണല്ലോ ഈ എൻ്റെ വീട്ടിലുള്ള പെരുങ്കള്ളൻ ഇവനാണല്ലോ, ഇവനറിയാതെ അത് എങ്ങോട്ടേലും പോവില്ലെന്ന് എനിക്കറിയാം. നോക്കിക്കോ, അതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സച്ചി വീണ്ടും ഇറങ്ങും കേട്ടോ അവിടെ നിന്ന്. ഒരു ഗതിയും പരഗതിയും ഇല്ല നമ്മുടെ സച്ചിക്ക്. അടുത്ത സ്ഥലത്തേക്ക് പോവുക പൈസ കണ്ടെത്താൻ വേണ്ടി. ഏതായാലും ഓടടാ ഓട്ടം. നമ്മുടെ രവീന്ദ്രന്റെ ജീവന് വേണ്ടി സമയം പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ രവീന്ദ്രന് പെട്ടെന്ന് എന്താ പറയുക, വീണ്ടും അസുഖം കൂടുന്നത്. ഓക്സിജൻ കൊടുത്തിട്ട് പോലും നിൽക്കാൻ പറ്റുന്നില്ല രവീന്ദ്രന്. അങ്ങനെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന രവീന്ദ്രനെ വീണ്ടും എടുത്തെടുത്ത് കാണിക്കുകയാണ്. ആ പരിസരത്താണെങ്കിൽ ആരും ഇല്ലതാനും. പെട്ടെന്ന് ഒരു നേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. നേഴ്സ് പെട്ടെന്ന് ഡോക്ടറെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഓട്ടോ ഓടുന്നത് കണ്ടു. ഇവരെല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുകയും ചെയ്യുവാണ്. എന്തായും ഏതായി തീരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ ഇനി വൈകിട്ട് വരാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് പ്രമോ അല്ല കേട്ടോ. നമുക്ക് നാളെ വിശേഷം ഉണ്ടേ, മറക്കരുത്. ഞാൻ എല്ലാ ശനിയാഴ്ച പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പൊ നമുക്ക് നാളെ വിശേഷമുണ്ട്. നാളെ നമ്മൾ ഇതിലിടുന്ന രേവതിയുടെയും സച്ചിയുടെയും കഥയും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയും ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് സൺഡേയും കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം. ഇന്ന് വൈകിട്ട് നമുക്ക് നാളത്തെ പ്രമോയുമായിട്ട് കാണാം. അതിനു മുമ്പ് നമ്മുടെ ആദർശിന്റെയും നയനയുടെയും കഥ 7:30 ആകുമ്പോൾ നമ്മൾ ഇടും. അത് മറക്കാതെ കാണണം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.